എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നുവന്ന പേര് എം സ്വരാജിന്റേതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്ക് കൈവിട്ടുപോയ തൃപ്പൂണിത്തറ മണ്ഡലം ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് പാർട്ടി. സ്വരാജ് മത്സരിച്ചാൽ മണ്ഡലത്തിൽ വലിയ ജയസാധ്യത ഉണ്ടെന്നാണ് ജില്ലാ ഘടകത്തിന്റെ വിലയിരുത്തൽ. ഈ ആവശ്യം അവർ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെച്ചു കഴിയുകയും ചെയ്തു. തൃപ്പൂണിത്തറയിലേക്ക് നിലവിൽ സ്വരാജിന്റെ പേര് മാത്രമാണ് ചർച്ചകളിൽ ഉയർന്നു വന്നത് എന്നത് അദ്ദേഹത്തിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നുമുണ്ട്. മറ്റൊരു പ്രധാന ചർച്ച നടന്നത് വടക്കൻ പറവൂർ മണ്ഡലത്തെക്കുറിച്ചാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിനിധീകരിക്കുന്ന ഈ മണ്ഡലം CPM നേരിട്ട് ഏറ്റെടുക്കണമെന്നും ശക്തമായ മത്സരം കാഴ്ചവെക്കണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നു. സതീശനെതിരെ ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ അണിനിരത്തി മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. കൂടാതെ ജില്ലയിലെ 5 സിറ്റിംഗ് MLA-മാരും തുടരണമെന്ന കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. എന്നാൽ UDF-ന് വലിയ സ്വാധീനമുള്ള എറണാകുളം, ആലുവ, തൃക്കാക്കര സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിലവിൽ ഗൗരവമായ ചർച്ചകൾ നടന്നിട്ടില്ല. ആലപ്പുഴ ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ വലിയ സ്വാധീനമുള്ള നേതാക്കൾ ഇത്തവണയും മത്സര രംഗത്തുണ്ടാകും. മന്ത്രി സജി ചെറിയാൻ തന്നെയാകും ഇത്തവണയും ചെങ്ങന്നൂരിൽ ജനവിധി തേടുക. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും സജി ചെറിയാന്റെ വ്യക്തിപരമായ സ്വാധീനവും വിജയം ഉറപ്പിക്കുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. അതോടൊപ്പം അരൂരിൽ നിലവിലെ MLA ദലീമ ജോജോ അല്ലെങ്കിൽ CPM ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവരുടെ പേരുകളാണ് ഇവിടെ പരിഗണിക്കുന്നത്. അരൂർ തിരിച്ചുപിടിക്കാൻ ശക്തമായ ഒരു പോരാട്ടം അനിവാര്യമാണെന്ന് പാർട്ടി കരുതുന്നുണ്ട്. കൂടാതെ കായംകുളത്ത് നിലവിലെ MLA ആയ U പ്രതിഭ ഇത്തവണ മാറിയേക്കുമെന്നാണ് സൂചനകൾ. കായംകുളത്ത് ബാബുജാൻ, R നാസർ എന്നിവരുടെ പേരുകളാണ് പകരമായി ചർച്ച ചെയ്യപ്പെടുന്നത്. മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങളും പാർട്ടിയിലെ ആഭ്യന്തര ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും. അമ്പലപ്പുഴയിൽ H സലാം, ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ എന്നിവർ തന്നെ തുടരാനാണ് സാധ്യത. സംസ്ഥാന വ്യാപകമായി സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ CPM ഊർജിതമായ ശ്രമങ്ങൾ നടത്തിവരികയാണ്. ഒരാഴ്ചക്കകം പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അടങ്ങുന്ന മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ജില്ലാ ഘടകങ്ങളിലെ യോഗങ്ങൾ നടക്കുന്നത്. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭൂരിഭാഗം പേരും ഇത്തവണ മത്സര രംഗത്തുമുണ്ടാകും. എന്നാൽ MV ഗോവിന്ദൻ, EP ജയരാജൻ, പുത്തലത്ത് ദിനേശൻ, CN മോഹനൻ എന്നിവർക്ക് ഇത്തവണ മത്സരം ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന ടേം വ്യവസ്ഥ കർശനമായി പാലിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയസാധ്യത പരിഗണിച്ച് ചിലയിടങ്ങളിൽ ഇളവുകൾ നൽകിയേക്കാം. പാലക്കാട് മണ്ഡലത്തിൽ ഡോക്ടർ P സരീൻ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. ഇടത് സ്വതന്ത്രനായി അദ്ദേഹം ജനവിധി തേടുമെന്നാണ് സൂചന. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ M രാജഗോപാലിന് പകരം VPP മുസ്തഫയെ പരിഗണിച്ചേക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യുവ നേതാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് നീക്കം. ഭരണവിരുദ്ധ വികാരം മറികടക്കാനും വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു പട്ടികയാണ് CPM ലക്ഷ്യമിടുന്നത്. യുവാക്കൾക്കും സ്ത്രീകൾക്കും അർഹമായ പ്രാധാന്യം നൽകുന്നതിനൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെ പരിചയ സമ്പത്തും ഉപയോഗപ്പെടുത്താൻ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. കുറ്റ്യാടി, പേരാമ്പ്ര തുടങ്ങിയ സീറ്റുകൾ സംബന്ധിച്ച് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കുന്നതോടെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകും. TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മത്സര രംഗത്തുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം അന്തിമ തീരുമാനവും എടുക്കും. MLA-മാരിൽ ഭൂരിഭാഗം പേർക്കും വീണ്ടും അവസരം നൽകുന്നത് ഭരണത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ചേർന്ന് ഔദ്യോഗിക പട്ടിക പുറത്തുവിടുന്നതോടെ കേരളം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നീങ്ങും.